എന്താ പറ്റിയടാ? ഏയ് ഒന്നുമില്ല. എടാ ഞാൻ കുറച്ച് ദിവസം നിന്നെ ശ്രദ്ധിക്കുന്നു. നിന്റെ മൈൻഡ് ശരിയല്ല. എന്താ നിന്റെ പ്രശ്നം? നമുക്ക് ഇന്നത്തെ കളി നിർത്താം. നീ വാ. നമുക്കിടയിൽ രഹസ്യങ്ങളൊന്നും ഇല്ലയെന്നാണ് എൻ്റെ വിശ്വാസം. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം. ഈ കാലത്ത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നീ ഇരി. ഡാ, മനസ്സിനൊരു സമാധാനമില്ല. ജീവിതം വല്ലാത്തൊരവസ്ഥയില്ല. എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നീ ഇതുവരെ കാര്യം എന്നോട് പറഞ്ഞില്ല. ഡാ, ജോലി തന്നെ പ്രശ്നം. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇപ്പം തന്നെ വീട്ടിൽ ഒരു വിലയില്ല. ഞാൻ ചെയ്യുന്നൊന്നും ശരിയാവുന്നില്ല. നിനക്കറിയോ, എനിക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. നീ വിഷമിക്കണ്ട. എല്ലാവർക്കും ഒരു ദിവസം ഉണ്ടാവും കേട്ടിട്ടില്ലേ? നിനക്കും ഒരു ദിവസം ഉണ്ടാവും. എല്ലാം ശരിയാവും. എവിടെ ശരിയാവാൻ? എനിക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല. ഡാ, ഈ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ ഭയം ഓടുകയല്ല വേണ്ടത്. അതിനോട് പൊരുത്താനുള്ള തൻ്റെ ഇടം കാണിക്കണം. അങ്ങനെയുള്ളവർക്ക് ദൈവസഹായം ഉണ്ടാവും. നിനക്ക് നമ്മുടെ അലക്സിൻ്റെ കാര്യം അറിയില്ലേ? ചായ. അവനിതവരെ എഴുന്നേറ്റില്ലേ? ഇല്ല. ഇന്നല്ലേ അവൻ്റെ ഇന്റർവ്യൂ? ഓരോ ഉത്തരവാദിത്വമില്ലാതെ കിടന്ന് ഉറങ്ങുക. എന്തെങ്കിലും ഒരു പണിക്ക് പൊക്കൂടെ? കൂലിപ്പണിക്ക് പോവാനാണ് നമ്മൾ അവനെ ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നീ നിന്റെ മോനോട് അങ്ങ് തീരുമാനിച്ചോ. എൻ്റെ ആരോഗ്യമുള്ളിടത്തോളം എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞാ മേലോട്ട് നോക്കി ഇരിക്കേണ്ടി വരും. ദേ ഏട്ടാ, എണീക്കാൻ നോക്കിയേ. ദേ സമയം ഒരുപാടായി. അച്ഛനെ കൊണ്ട് ഓരോന്ന് പറയിക്കാതെ എണീക്കാൻ നോക്ക് ഏട്ടാ. ആടി, ഞാൻ ഇട്ടോളാം. നീ ഒന്ന് പോയാ ഞാൻ മുണ്ടോ നോക്കട്ടെ. ഓ, ഈ ചേട്ടന്റെ ഒരു കാര്യം. അമ്മേ, എന്റെ ടിഫിൻ എവിടെ? സമയായി. ഇപ്പൊ തരാം. നീ ഇത് കഴിക്കേ, എന്നിട്ട് പോയാ മതി. അമ്മേ വേഗം, ബസ് ഇപ്പൊ പോവും. അവൻ എഴുന്നേറ്റോ മോളെ? ആ, ഒരു കണക്കിന് ഒന്തിത്തള്ളി വിട്ടിട്ടുണ്ട്. അമ്മേ, ഞാൻ പോവാ. ആ, മോളെ കൊട എടുത്തോ? ആ, എടുത്തമ്മേ. ആ അമ്മേ. ഡാ, അവള് പോക്കോട്ടെ. അമ്മേ, കാപ്പി. അച്ഛാ, പോവാം. ആ മോളെ, ബസ്സിനുള്ള പൈസ എടുത്തോ? ആ, എടുത്തച്ചാ. നിനക്ക് ഇത് ഇന്റർവ്യൂ ഉള്ളതല്ലേ? വേഗം പോയി കുളിച്ച് റെഡിയാക്. ഓ, ഇന്നത്തെ ഇന്റർവ്യൂവിന് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നെക്കാൾ മാർക്ക് ചെയ്തുള്ള ഒരുപാട് പേര് ഇപ്പൊ തന്നെ അവിടെ ക്യൂ ആയിരിക്കും. പിന്നെ എണീറ്റ് വരുമ്പോൾ നല്ല അനുഗ്രഹ വാക്കുകൾ ഓരോരുത്തർ വായിന്ന് വീഴുന്നു. നല്ല ഐശ്വര്യമായിരിക്കുന്നു. അത് പിന്നെ പറയാതിരിക്കോ? നിന്റെ ഈ നടപ്പ് കണ്ടിട്ട് അച്ഛന് വളരെ സങ്കടമുണ്ട്. ഓ, നിന്നോടൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. അത് പോട്ടെ, നീ വേഗം പോയി കുളിച്ച് റെഡിയാക്. ഓ, ഞാൻ ഇനി പോകാത്തോണ്ട് ആർക്കും മനസ്സമാർക്കേട് ഓ, വേണ്ട. ഈ ചെറുക്കന്റെ ഒരു കാര്യം. അമ്മേ, ഞാൻ പോവാട്ടോ. നീ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തോ? ഓ, എടുത്തു. കർത്താവേ, എന്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണേ. ഇത്തവണയെങ്കിലും ഒന്ന് കിട്ടിയാ മതിയായിരുന്നു. എവിടെയാടോ? മച്ചാ വണക്കം. വാ ഇരിക്ക്. ഇന്നെന്താ ഇന്റർവ്യൂ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, പക്ഷെ പോയില്ല. നീ കുറെ നാളായല്ലേ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് നടക്കുന്നു, ഇതുവരെ ഒന്നും തരവായില്ലേ?
എവിടെ വെറുതെ കുറെ നടന്നത് മിച്ചം. മടുത്തു. ഇതെവിടെ? ആരടാ അത്? അതാ ജോർജ. എല്ലാ ദിവസവും വിളിക്കും, എന്തെങ്കിലുമൊക്കെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. പിന്നെ എവിടെയെങ്കിലേക്കുള്ള ജോലിക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ എടുക്കാറില്ല. വൈകിട്ട് എന്താ പരിപാടി? നമുക്കൊരു പടത്തിന് പോയാലോ? ആ. അയ്യോ, ഞാൻ ഒരു കാര്യം മറന്നു. പോയിട്ട് പോയാലോ? ആരാ? ജോർജേട്ടനാ. നീ എന്താ മോനെ ഫോൺ എടുക്കാത്തെ? ഹേയ്, ഒന്നുമില്ല അമ്മ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഞാനിങ്ങനെ അവസ്ഥയിൽ കിടന്നിട്ട് അവനൊന്ന് കാണാൻ തോന്നില്ലല്ലോ. ചേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് ശേഷം ബ്ലഡ് തന്നതും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയത് ജോർജേട്ടനാ. ഞങ്ങൾ വരുന്നവരെ ജോർജേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. മോളെ, ആരാ നോക്കെ? ആ. അമ്മേ, ജോർജേട്ടനാ. ആ, വാ മോനെ, ഇരിക്ക്. ശരി. അലക്സ്, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നോട് ക്ഷമിക്ക് ജോർജ്. ഏയ്, ഞാനൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മുടെ പ്രയത്നങ്ങൾക്കെല്ലാം യേശു ഫലം തരുമെന്ന്. നമ്മൾ കഴിഞ്ഞ മാസം ഒരു ഇന്റർവ്യൂവിന് പോയില്ലേ? ആ കമ്പനിയിൽ നമുക്ക് രണ്ടുപേർക്കും ജോലി കിട്ടി. ലിജോ, നീ ഇങ്ങനെ നിരാശനാവരുത്. നമ്മുടെ അലക്സിന് വേണ്ടി അത്ഭുതം ചെയ്ത യേശു ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. നീ ധൈര്യമായിരിക്കും. ആ, അലക്സ് വന്നല്ലോ. ഹായ് ലിജോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ജോലി കിട്ടിയതിന്റെ സന്തോഷം നിന്റെ മുഖത്ത് കാണാനുണ്ടല്ലോ. ജോലി കിട്ടിയോണ്ട് മാത്രമല്ല, എൻ്റെ യഥാർത്ഥ സന്തോഷം യേശു എന്നോട് കൂടെ ഉള്ളതുകൊണ്ടാണ്. അതുതന്നെയാണ് ഞാൻ എന്നോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോട്ടെ. ഓ ശരി. എൻ്റെ ജീവിതം മാറ്റി യേശു നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകും. ആ, നിശ്ചയമായും യേശു എനിക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യും. യേശു എന്നെ കൈവിടില്ല, തീർച്ച.